ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ചുരിദാറിന് സ്ലിറ്റ് അടിക്കുന്നത് മാത്രമാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചുരിദാർ ഓൾറെഡി ഷേപ്പ് ചെയ്യേണ്ട ഭാഗമെല്ലാം ഇതേപോലെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലിറ്റ് ചെയ്യേണ്ട ഭാഗമെല്ലാം ഒന്ന് അളന്ന് ഇതേപോലെ ഒന്ന് ബാക്കിയെല്ലാം ചെയ്തിട്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പോൾ ഞാനിപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 21 ഇഞ്ചിലാണ്. ഞാനിപ്പോൾ ഒരു പച്ച ചൂക്കിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം വരെയാണ് എൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത്. ഞാനിപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതേപോലെ വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, 1 ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ 1 ഇഞ്ച് ഇട്ടാൽ മതിയാവും. ബാക്കി നിങ്ങൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗമല്ല, നിങ്ങൾക്ക് 1.5 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ 1 ഇഞ്ചിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ ഭാഗം തൊട്ട് ഇങ്ങനെ അടിച്ച് വരുകയാണ്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്ലിറ്റിൻ്റെ ഭാഗം എവിടെ കൊണ്ടുവന്ന് നിർത്തണം, എങ്ങനെ നിർത്തണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം സ്ലീവ്സ് തുടങ്ങി ഇതേപോലെ ഒന്ന് കൊണ്ടുവന്ന് ആ ഭാഗത്തുമ്പോഴേക്കും സ്ലിറ്റിൻ്റെ ഭാഗത്തുമ്പോഴേക്കും ഒന്ന് കെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് നിർത്തുക. 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ പാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2 ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ നമ്മൾ അകത്തേക്കൊന്ന് മടക്കി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് മടക്കി കറക്റ്റായിട്ട് അവിടെ ബാക്കി തുണിയില്ല എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ 2 തവണ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രം ഒന്നെടുത്ത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങളതിന് കുറച്ച് പിന്ന് ഇതേപോലെ എടുത്ത് വെക്കുക. നമ്മളിത് പിൻ ചെയ്ത് വെച്ചിട്ടാണ് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് അവിടെ വെച്ചു സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗം. അതേപോലെ താഴത്തെ ഭാഗവും നമ്മൾ കറക്റ്റായിട്ടൊന്ന് വലിച്ചു പിടിച്ച് നേരെ ആക്കിയിട്ട് അവിടെയും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുക. 2 സൈഡ് നമ്മളിപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചു. അങ്ങനെ താഴത്തെ സൈഡും മുകളിൽ നമ്മൾ ഇതേപോലെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കറക്റ്റ് അളവിൽ ഇതേപോലെ മടക്കിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതിന് 2 ഭാഗവും നമ്മൾ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സിമ്പിളായിരുന്നെന്ന് ഇത് മനസ്സിലാവും. അപ്പോൾ കണ്ടു, ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് പിന്നെ എങ്ങനെ കുത്തിവെക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 2ആക്കി മടക്കി ഒന്ന് പിൻ ചെയ്ത് വെച്ചു. സ്റ്റിച്ച് ചെയ്ത ഭാഗം കറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് പിൻ ചെയ്ത് ഇതേപോലെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം താഴെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെയും നമ്മൾ പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ നടുഭാഗത്ത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അതിനുശേഷം അടുത്ത ഭാഗം നമുക്ക് ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പാർട്ട് മടക്കിയ പോലെ തന്നെ അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പുറകിലേക്ക് സൈഡിലേക്ക് ഞാൻ മടക്കി വെച്ചു. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ഫ്രണ്ടിലത്തെ തന്നെ കറക്റ്റ് അളവിൽ കിട്ടാനാണ് ഞാൻ അങ്ങനെ അവിടെ വെച്ച് തന്നെ മടക്കി വെച്ചത്. ഇനി നമുക്ക് ഈ പാർട്ട് കൂടെ ഒന്ന് അതേപോലെ ചെയ്തെടുക്കണം. സ്ലിറ്റിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ നേരത്തെ ഭാഗം നമ്മൾ പിന്നൂത്തി വെച്ചതാണ് അവിടെ മടങ്ങിയിരിക്കുന്നത്. ഇതും ആ അളവിൽ തന്നെ മടക്കി ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ആ ഒരു ഭാഗം മാത്രം എടുത്ത് പിൻ ചെയ്യുക, ഒന്നിച്ച് കൂട്ടി പിൻ ചെയ്ത് വെക്കരുത്. എന്നിട്ട് താഴത്തെ ഭാഗം ആ മടക്കിയ അളവിൽ തന്നെ ഇതുകൊണ്ട് ഇതേപോലെ നേരെ പിടിച്ച് ബാക്കിലത്തെ സൈഡിൻ്റെയും ഒപ്പം ചേർത്ത് പിടിച്ച് ഇതേപോലെ പിടിച്ചിട്ട് 2ആക്കി ഫോൾഡ് ചെയ്ത് ആ ഒരു ഭാഗം മാത്രം എടുത്ത് പിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നമ്മൾ നേരെ വലിച്ചു പിടിച്ചാൽ നമുക്ക് കറക്റ്റ് അളവ് ഇതേപോലെ കിട്ടും. എന്തോരമാണ് മടക്കേണ്ടത് ഇങ്ങനെ നേരെ വലിച്ചു പിടിച്ചാൽ നമുക്ക് ബാക്കിലത്തെ സൈഡിൻ്റെ ഒപ്പം ചേർന്ന് പിടിച്ച് നമുക്ക് അളവ് കിട്ടും. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഒരേ അളവിലായിരിക്കണം വരേണ്ടത്. നമ്മൾ കീറിറങ്ങി വരരുത്. അതായത് 2 സൈഡും ഒപ്പം സ്ലിറ്റ് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഒപ്പം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ താഴെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്, താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എന്നിട്ട് താഴെ നിന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം എത്തുമ്പോൾ മാത്രം പിന്നെ ഊരി കൊടുക്കുക, അല്ലാതെ പിന്നെ ഊരി കൊടുക്കരുത്. ഞാനിപ്പോൾ എനിക്ക് എളുപ്പമായ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു വി പോലത്തെ ഭാഗം കണ്ടോ, ആ ഭാഗത്തിന് തൊട്ട് മുകളിൽ വന്നാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തേണ്ടത്. അതാണ് വി പോലത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലാക്കി ഞാനിപ്പോൾ എവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തണം എന്നുള്ളത് ഒന്ന് വരച്ച് കാണിക്കാം. കണ്ടോ, 1/2 ഇഞ്ച് മുകളിൽ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ച് നിർത്തുക. അവിടം വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മുകളിലത്തെ പിന്നെ മാറ്റിയിട്ട് നമുക്ക് ആ വരച്ച ഭാഗത്ത് സ്റ്റിച്ച്
കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതേപോലെ ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിവർത്തി പിടിച്ച് സ്ലോവിൽ നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് സൂചി കുത്തി ഇറക്കി വെച്ചിട്ട് നേരെ ഇതേപോലെ തിരിക്കുക. എന്നിട്ട് ആ വരച്ച ഭാഗം ഉണ്ടല്ലോ, ആ വരച്ച ഭാഗം നേരെ ഇപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പുറത്തെ സൈഡിൽ ഞാൻ ഓൾറെഡി വരച്ചിട്ടായിരുന്നു, ഞാൻ ഇപ്പോഴും കൂടി ഒന്ന് വരച്ചിടുവാണ് മനസ്സിലാവാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് മുകളിലാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചത്. എന്നിട്ട് അവിടെയും സൂചി കുത്തി ഇറക്കി വെച്ചിട്ട് വീണ്ടും ഇതേപോലെ താഴേക്ക് തിരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും താഴേക്ക് നമ്മൾ അടിച്ചെടുക്കുക. താഴെ നമ്മൾ സ്റ്റിച്ചിൻ്റെ ഭാഗം എത്തുമ്പോഴാണ് ഇതേപോലെ പിന്ന് ഊരി വെക്കേണ്ടത്. ആദ്യമേ തന്നെ നമ്മൾ പിന്ന് ഊരി മാറ്റിയെടുത്ത് വെക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളെല്ലാം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോട്ടൺ തുണിയിൽ നിങ്ങൾ അടിച്ചു പഠിക്കുന്നവർ കോട്ടൺ തുണിയിൽ അടിച്ചു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, സ്ലിറ്റ് നമ്മൾ നല്ല വെടിപ്പായിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ചേർത്ത് അടിച്ചെടുക്കാം. അതിങ്ങനെ അരിയത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ അടിച്ചിട്ട് ആ വീയുടെ ഭാഗം ആകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മളും അതേപോലെ തന്നെ ആ വീയുടെ എൻഡിലേക്ക് കൊണ്ടുവന്ന് സൂചി കൊണ്ടുവന്ന് ഇറക്കി ഇതേപോലെ തിരിച്ചെടുത്ത് ആ വി പോലെ തന്നെ കണ്ടോ ഇങ്ങനെ നേരെ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ സൈഡ് അടിച്ചെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം അടിച്ചത് നല്ല നീറ്റായിട്ട് അടിച്ചാൽ മതി. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉൾവശം ഇതേപോലെയാണ് കിട്ടുന്നത്. ഇത് കണ്ടോ, 2 സൈഡ് ഇതേപോലെ കിട്ടും. നമുക്കിങ്ങനെ മടക്കി വെക്കുമ്പോൾ അത് നന്നായിട്ട് മടങ്ങി ഇരിക്കും. നിവർത്തുമ്പോൾ ഇതേപോലെ നിവർന്നിരിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും സ്ലിറ്റ് അടിച്ചെടുത്തിട്ടുണ്ടാവുക. ഇത് കണ്ടോ, നമ്മളുടെ ഉൾവശമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നമ്മുടെ നല്ല വശമാണ്. അത് ഇതേപോലെ സ്ക്വയറായിട്ട് വരുന്ന രീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.